Today we are going to discuss on the subject mechanics of solid. So mechanics of solid എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ S3 സെമിസ്റ്ററിൽ 2019 സ്കീമിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചിടത്തോളം എല്ലാ സബ്ജക്റ്റിൻ്റെയും കോർ ആയിട്ടുള്ള ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ അനാലിസിസ് എന്നുള്ള സബ്ജക്റ്റുകളുടെ എല്ലാം ബേസ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് എന്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഒരു ബിൽഡിംഗ് പണിയുമ്പം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് MOS. സോ MOS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് തന്നെ ബിൽഡിങ്സിനെ കുറിച്ച് അറിയണം അല്ലേ. സോ ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പർ അല്ലേ. ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീം ഉണ്ട്, സ്ലാബ് ഉണ്ട്. ദെൻ വെർട്ടിക്കൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ, എക്സാമ്പിൾ കോളം ഒക്കെ. സോ ഇങ്ങനത്തെ ഓരോ സ്ട്രക്ചേഴ്സിനും നമ്മൾ ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കുക. ദെൻ ആ ഒരു ലോഡ് കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യുക. ബീം ആണെങ്കിൽ ബീമിൻ്റെ സൈസ്, കോളം ആണെങ്കിൽ കോളത്തിൻ്റെ സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിലാണ്? ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ്. സോ എങ്ങനെ നമുക്ക് ലോഡിംഗ് ഡയഗ്രാം, അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ സ്ട്രെസ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെച്ചിട്ടാണ്. മീൻസ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് when an external force acts on a body, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ദ ബോഡി ടെൻസ് ടു അണ്ടർഗോ സം ഡിഫോർമേഷൻ അല്ലേ. അതായത് ഒരു ബോഡിയിലോട്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് വന്നു കഴിയുമ്പോൾ ആ ബോഡി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിഫോർമേഷൻ ആ ബോഡിയിൽ സംഭവിക്കും അല്ലേ. അങ്ങനെ ഡിഫോർമേഷൻ സംഭവിക്കുന്ന ടൈമിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി എന്ത് കൊടുക്കും? ഒരു റെസിസ്റ്റൻസ് കൊടുക്കും, അല്ലെങ്കിൽ ബോഡി ഒപ്പോസസ് ദ ഡിഫോർമേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയിലോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പോർഷനിലോട്ട് എന്തെങ്കിലും ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പം ആ ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി കൊടുക്കുന്ന ആ ഒരു ഡിഫോർമേഷൻ ആണ് എന്ത്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ ആണ് എന്ത്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ ബോഡി, നമ്മുടെ ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ, ബോഡി ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിലോട്ട് ഇഷ്ടംപോലെ ലോഡുകൾ ഉണ്ട് അല്ലേ. ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്, വിൻഡ് ലോഡ്, അങ്ങനെ ഇഷ്ടംപോലെ ലോഡുകൾ ആക്ട് ചെയ്യും. അപ്പോൾ ആ ലോഡുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ടോ എന്ന് നമുക്ക് അറിയണം, നമുക്ക് ബിൽഡിങ്ങിനുണ്ടോ എന്ന് അറിയണം. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്നത്. അതായത് പലതരത്തിലുള്ള ലോഡുകൾ വരാം. സോ പലതരത്തിലുള്ള ലോഡുകൾ വരുമ്പോൾ ആ ബോഡി അല്ലെങ്കിൽ ആ ബിൽഡിംഗ്, ആ സ്ട്രക്ചർ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നമ്മളൊരു ചെറിയ പോർഷനാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബീംസ് ആണ്. ടൈപ്സ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ബീം എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ ബീംസ് കൊടുക്കാം, കോളംസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് കൊടുക്കാം. സോ അങ്ങനെ പല പല രൂപത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ക്യാരിങ് മെമ്പേഴ്സ് ആണെന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ അകത്ത് അത് നോർമലി എങ്ങനെയാണ് ഇത് വരുന്നത്? സ്ലാബിൽ ലോഡ് വരും, സ്ലാബിലെ ലോഡ് ബീമിലോട്ട് പോകും, ബീമിലെ ലോഡ് കോളത്തിലോട്ട്, അങ്ങനെയാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. സോ പലതരത്തിലുള്ള ബീംസ് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പലതരത്തിലുള്ള ബീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഏതൊക്കെ ടൈപ്സ് ബീമാണ് ഉള്ളത് നമുക്കിവിടെ എഴുതാം. ഏതൊക്കെ ടൈപ്സ് ബീമാണ് ഉള്ളതെന്ന്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്റിലിവർ ബീമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കാന്റിലിവർ ബീം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ബീം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹാങ്ങിങ് ബീം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? കണ്ടിന്യൂസ് ബീം. സോ ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. 3 മാർക്കിൽ ഡിസ്കസ് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം, അതൊക്കെ ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെ ബീംസ് ആണ് നമുക്കുള്ളത്? കാന്റിലിവർ ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, ഓവർ ഹാങ്ങിങ് ഉണ്ട്, കണ്ടിന്യൂസ് ബീം ഉണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്റിലിവർ ബീമാണ്.
സോ കാന്റിലിവർ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കൊരു ബീമിന്റെ പടം വരയ്ക്കാം. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും അല്ലെ? ഷേപ്പ് അല്ല, അതിന്റെ കോൺഫിഗറേഷൻ. അതായത് നമ്മൾ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ആ ബീമിന്റെ ഒരു സൈഡിൽ ഫിക്സഡ് സപ്പോർട്ടും ഒരു സൈഡ് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാന്റിലിവർ ബീം. അതായത് ഒരു സൈഡ് ഫിക്സഡ് ആയിട്ട് അതിന് അനങ്ങാനൊന്നും പറ്റത്തില്ല, മറ്റേ സൈഡ് ഫ്രീ ടു മൂവ് ആയിരിക്കും. ആ ഒരു കണ്ടീഷനിൽ കിടക്കുന്ന ബീമാണ് എന്ത്? കാന്റിലിവർ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം, സിംപ്ലി സപ്പോർട്ടഡ്. അതൊക്കെ നമ്മൾക്കറിയാം. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു ബീം വരയ്ക്കുക, ആ ബീമിന്റെ ബോത്ത് സൈഡ് ഈസ് സപ്പോർട്ടഡ്. രണ്ട് സൈഡും സപ്പോർട്ടഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുക, ബോത്ത് എൻഡ് ഇസ് റെസ്റ്റിംഗ് ഓൺ എ വാൾ അല്ലെങ്കിൽ കോളം, അതൊക്കെ എന്തായിരിക്കും? സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ദെൻ ഫിക്സഡ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ബോത്ത് എൻഡ് വിൽ ബി ഫിക്സഡ്. രണ്ട് എൻഡ് ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിക്സഡ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അടുത്തത് അതിനാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ സപ്പോർട്ട് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുവാണ്, ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ നമ്മുടെ ബീം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുവാണ്. കണ്ടോ, ഈ ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ള പോലെ ഒരു പർട്ടിക്കുലർ ലെങ്ത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർ ഹാങ്. ഇവിടെ ഓവർ ഹാങ് ചെയ്ത് കിടക്കുക. ഇപ്പൊ ഈ ഒരു ലെങ്ത് നമുക്ക് എ എന്ന് മാറിക്കുകയാണെങ്കിൽ എ ലെങ്ത്തിലുള്ള ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓവർ ഹാങ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ? ആ ഒരു ഓവർ ഹാങ് പോർഷൻ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓവർ ഹാങ് ബീം എന്ന് വിളിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് ബീമാണ്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഒരു ബീമിന്റെ അകത്ത് മോർ ദാൻ 2 സപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ, അത് 2, 3, 4, 5 എങ്ങനെ വേണമെങ്കിലും വരാം. മോർ ദാൻ 2 സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ടൈപ്സ് ഓഫ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എണ്ണമാണ് വരുന്നത്. കാന്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സഡ്, ഓവർ ഹാങ്ങിങ്, കണ്ടിന്യൂസ് ബീംസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ലോഡ്. സോ ടൈപ്സ് ഓഫ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ലോഡുകൾ ആക്ട് ചെയ്യാം. സോ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 3 ടൈപ്പ് ലോഡുകളാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ലോഡ്. സോ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ആ സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഇറ്റ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു ബീം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്തായിരിക്കും? നമ്മുടെ ലോഡ് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിന്റ് ലോഡ് എന്ന് വിളിക്കുന്നത്. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDL ഫുൾ ഫോം എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഡെഡ് ലോഡ് അതൊക്കെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഏതൊരു പോർഷൻ എടുത്താലും ആ സെയിം ലോഡ് ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബീം എടുക്കുകയാണ്, ഈ ബീമിന്റെ ഈ പോർഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 10 kN/m, ആ സെയിം ലോഡ് തന്നെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലും ആക്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് 10 kN/m. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. അതായത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. ആൻഡ് ഇറ്റ്സ് നോർമലി ഡെസിഗ്നേറ്റഡ് ആസ് W kN/m. W എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. സോ നമ്മൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലാബിന്റെ ലോഡൊക്കെയാണ്. സ്ലാബിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ലാബ് ഈസ് തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് D ആണ് തിക്നെസ് എന്നുണ്ടെങ്കിൽ ഈ D തിക്നെസ് ത്രൂ ഔട്ട് സെയിം ആണ് അല്ലേ? അപ്പൊ അവിടെ വരുന്ന ഡെഡ് ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. അപ്പം ഇത് പെർ മീറ്ററിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UVLന്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? UVL എന്ന് പറയുന്നത്. സോ യൂണിഫോംലി വേരിയിങ് ലോഡ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാം? യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് ആയിട്ട് വരുന്ന റെപ്രസെന്റേഷൻ. യൂണിഫോം ആയിട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? ഈ ഒരു പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 0 ആൻഡ് ഈ പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി W kN/m. സോ അങ്ങനെ വേരി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ലോഡിൽ വരുന്നത്. ആൻഡ് നമുക്ക് ഈ 3 ലോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ബേസിക് അറിയണം. സോ പോയിന്റ് ലോഡ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, യൂണിഫോംലി വേരിയിങ് ആയിട്ടുള്ള ലോഡ് ഉണ്ട്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ലോഡ്. ഇനി നമുക്ക്
സൈൻ കൺവെൻഷൻ പഠിക്കാം. ഓക്കെ, സൈൻ കൺവെൻഷൻ പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. സോ ഫസ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. സോ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ദ ഫോഴ്സസ് ഐദർ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ കൺസിഡേർഡ്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല, നമുക്കത് വരച്ചു നോക്കാം. അതായത് നമ്മൾ ഇവിടെ ഒരു ബീം കൺസിഡർ ചെയ്യുക, ഈ ബീമിന്റെ അകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്ഷന്റെ റൈറ്റിലോ ലെഫ്റ്റ്, നമുക്കറിയാം ഈ ബീമിന്റെ അകത്ത് കുറെ ലോഡ്സും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ, കുറെ ലോഡുകളൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് 1 കിലോ ന്യൂട്ടൺ, 2 കിലോ ന്യൂട്ടൺ, 3 കിലോ ന്യൂട്ടൺ. ദെൻ ഇതെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് കൊടുക്കാം. ഇറ്റ്സ് യു ഡി എൽ. ആ ഒരു സൈൻ മനസ്സിലാവും, നമുക്ക് യു ഡി എൽ ആണെന്ന് മനസ്സിലാവും. സോ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്ഷന്റെ ഐദർ ടു ദ റൈറ്റ് ഐദർ ടു ദ ലെഫ്റ്റ്, ഏതെങ്കിലും ഒരു സെക്ഷനിലെ ഒന്നല്ലെങ്കിൽ നമുക്ക് റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു സെക്ഷനിലെ എല്ലാ ഫോഴ്സസിന്റെയും ആൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഷിയർ ഫോഴ്സ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് എന്താണ്, ലോഡ് ഐദർ ടു ദ ലെഫ്റ്റ്, ഒന്നല്ലെങ്കിൽ സെക്ഷന്റെ ലെഫ്റ്റിലോട്ട്, അല്ലെങ്കിൽ to the left or to the right of the section. മനസ്സിലായോ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ഐദർ റൈറ്റിലോട്ടോ ഒരെണ്ണാണ് നമുക്ക് എടുക്കാവുള്ളൂ. ഒന്നല്ലെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് ഫുൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ അതിന്റെ ആൾജിബ്രൈക് സം എടുക്കുകയാണ്. അവിടെ ആക്ട് ചെയ്യുന്ന എല്ലാ പോയിന്റ് ലോഡും അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഡുകളുടെയും നമ്മൾ ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ലോഡിന്റെ അങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് എന്ത്, ബെൻഡിങ് മൊമെന്റ്. സോ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഡിന്റെ കേസ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ആ സെക്ഷന്റെ ഐദർ ടു ദ റൈറ്റ് ഐദർ ടു ദ ലെഫ്റ്റ് എത്ര ബെൻഡിങ് മൊമെന്റ് ഉണ്ടോ അതിന്റെയൊക്കെ ആൾജിബ്രൈക് സം എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഇപ്പൊ ഷിയർ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഐദർ ടു ദ റൈറ്റ് അല്ലെങ്കിൽ ടു ദ ലെഫ്റ്റ് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ഐദർ ടു ദ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും. സോ ബെൻഡിങ് മൊമെന്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഡയഗ്രാം എന്തായിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ കണ്ടിട്ടുണ്ട് പല പല ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് അല്ലേ. ഫോർ എക്സാമ്പിൾ സിംപ്ലി സപ്പോർട്ടഡിന് യു ഡി എൽ വരുമ്പോൾ ഉള്ള ഡയഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ബീം കൺസിഡർ ചെയ്യുമ്പോൾ ആ ബീമിന്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ഉള്ള ലോഡുകളുടെ ആൾജിബ്രൈക് സം എടുത്ത് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് എടുത്ത് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൾജിബ്രൈക് സം ഓഫ് ദ ലോഡ്സ് ആക്ടിങ് ഐദർ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഐദർ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ കൺസിഡേർഡ്. സോ നമുക്ക് ഇനി സൈൻ കൺവെൻഷനും കൂടി പഠിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സൈൻസ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, ഇതാണ് അതിന്റെ സെക്ഷൻ എന്ന് വിചാരിക്കാം. ഈ സെക്ഷന്റെ മുകളിലോട്ട്, അതായത് റൈറ്റ് സൈഡിൽ, നമുക്കറിയാം ഇത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡും ആണെന്ന് അറിയാലോ. സോ റൈറ്റ് സൈഡിൽ നമ്മുടെ മൊമെന്റ്, ബെൻഡിങ് മൊമെന്റിന്റെ കേസാണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ ആദ്യം പറയുന്നത്. സോ റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസും ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് ടുവേർഡ്സ് ദ സെക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓർക്കണം, ടുവേർഡ്സ് ദ സെക്ഷന്റെ ടുവേർഡ്സ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസും മറ്റേ സൈഡിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ആൻഡ് അപ്പൊ മറ്റേത് എങ്ങനെയായിരിക്കും, നെഗറ്റീവ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ. അതായത് റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസും ലെഫ്റ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസും. ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി, ഒന്നല്ലെങ്കിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക. നമുക്ക്
നിങ്ങൾക്ക് രണ്ട് ഇതിൽ രണ്ടും പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓർക്കുക, ടുവേർഡ്സ് ദ സെക്ഷനിലോട്ട്, രണ്ട് സൈഡിൽ നിന്നും സെക്ഷനിലോട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾ എന്താന്ന് വിചാരിക്കുക, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണ്. ഈ ബീമിന്റെ ഇവിടെ ഒരു 3 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? ഈ 3 കിലോ ന്യൂട്ടൺ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 ഇൻറ്റു 2 അല്ലേ, ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ 3 ഇൻറ്റു 2 6 ആണ്. സോ ഇത് നമ്മുടെ സെക്ഷൻ ആണ്, നമുക്കറിയാം. ഈ 6 ഈ ഡയറക്ഷൻ എങ്ങനെയാണ്, താഴോട്ടാണല്ലോ 3 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. 3 ഇൻറ്റു 2 6 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലേ, അത് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ്. സോ നമ്മൾ നോക്കിക്കേ, ഈ ഡയഗ്രാം ഏതായിട്ട് സിമിലർ ആണ്? ഇറ്റ്സ് സിമിലർ ടു ദിസ് വൺ. സോ ഇതിന്റെ അകത്ത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന ഈ 6ന്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി -6. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കുന്നത്. ഇതാണ് ബെൻഡിങ് മൊമെന്റ് കേസിൽ. അപ്പൊ നിങ്ങൾ ഈ ഒരൊറ്റ കേസ് പഠിച്ചാൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഷിയർ ഫോഴ്സിന്റെ കേസിൽ നോക്കാം. ഷിയർ ഫോഴ്സിന്റെ കേസിൽ നമ്മൾ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഇതൊരു ബീമാണ്, ഇത് അതിന്റെ സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡില് നമ്മുടെ ലോഡ് ഇരിക്കുന്നത് താഴോട്ടാണ് എങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ്, താഴോട്ട് ലോഡ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് മേളിലോട്ട്. മനസ്സിലായി? ഇതായിരിക്കണം പോസിറ്റീവ്. അതായത് നമ്മുടെ സെക്ഷൻ നമ്മൾ വരയ്ക്കുക, നമ്മൾ റൈറ്റ് സൈഡിൽ ഏതൊക്കെ ലോഡ് ഉണ്ടെന്ന് നോക്കുക, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കുക. ഇഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഡൗൺവേർഡ് ആക്ടിങ് ആണെങ്കിൽ then it will be positive. And on the left side it's acting upwards ആണെങ്കിലായിരിക്കും എന്ത്, നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെ? ഇവിടെ മുകളിലോട്ടും ഇവിടെ താഴോട്ടും ആണെങ്കിൽ എന്തായി പോകും? നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. മനസ്സിലായോ? അപ്പൊ അതാണ് വരുന്നത്. നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ നോക്കുക. റൈറ്റിലോട്ട് താഴോട്ടാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റില് മുകളിലോട്ടാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഈ സെക്ഷന്റെ റൈറ്റിലും മുകളിലോട്ടും ലെഫ്റ്റില് താഴോട്ടും ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രയാണ് സൈൻ കൺവെൻഷൻ. സോ നമുക്ക് ഓവറോൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫോർ ദ ഡിസൈൻ, എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ, ബിൽഡിംഗ് എന്തോരം നമുക്ക് എത്ര സ്ട്രെങ്ത് എടുക്കും എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ടൈപ്സ് ഓഫ് ബീംസ്. 5 ടൈപ്പ് ബീമുകളാണ് ഉള്ളത്: കാന്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സഡ്, ഓവർഹാങ്ങിങ്, കണ്ടിന്യൂസ് ബീംസ്. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് ലോഡുകൾ ഉണ്ട്: പോയിന്റ് ലോഡ്, UDL, UVL. ദെൻ നമുക്ക് സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ഷിയർ ഫോഴ്സിനെ കുറിച്ചും ബെൻഡിങ് മൊമെന്റിനെ കുറിച്ചും പഠിച്ചു. ഇതിനകത്ത് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഡിഫൈൻ ഷിയർ ഫോഴ്സ്, ഡിഫൈൻ ബെൻഡിങ് മൊമെന്റ്. സോ ഷിയർ ഫോഴ്സ് ഒക്കെ എന്താണ്? ഇറ്റ്സ് ആൾജിബ്രൈക് സം ഓഫ് ദ ഫോഴ്സസ് either to the right or left of the section. സോ നമ്മൾ ഈ സെക്ഷനിൽ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം.